നമ്മളിതാ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി, എല്ലാവരും ഇനി എന്ത് എന്നുള്ള മൂഡിലാണ് അല്ലേ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി 2 മാസം തികച്ചില്ല നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. ഈ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ 9ലേക്ക് കയറുമ്പോൾ പുതിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ബേസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ച് ഇനിയുള്ള ടേംസും ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ 8ാം ക്ലാസ്സിൽ കണ്ടത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ചു വരുമ്പോൾ ദൈവമേ അപ്പോൾ ഇനിയും ഇതിലും ടഫായിട്ടുള്ളതാണോ വരാൻ പോകുന്നത് എന്നാണെങ്കിൽ അതെ, കാരണം നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ വൈ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സുകളാണ് ഇനി വരുന്ന ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റൈനൻസും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഫോർ ജനറേഷനും. അതായത് ഇക്കോസിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. നമുക്ക് പലതരത്തിലുള്ള കൺസർവേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എങ്ങനെയാണ്, പിന്നെ ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ NMMS എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടികളുടെ കുറേ ടോപ്പിക്കും കോൺസെപ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, അവസാനത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാലോ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം റീപ്രൊഡക്ഷൻ, സെൽ ഡിവിഷൻ, സെൽ സൈക്കിളുമായിട്ടുള്ള ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്ലാന്റ്സിലുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ആനിമൽസിലും ഹ്യൂമൻ ബീങ്സിലും റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നത് 9ലെയും 10ലെയും ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. മാത്രമല്ല +1 +2 സയൻസ് എടുക്കുന്ന കുട്ടികൾക്കും വേണ്ട ബേസിക് കോൺസെപ്റ്റുകൾ ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതിന് നിങ്ങളെ ഏറ്റവും രീതിയിൽ റിവൈസ് ചെയ്ത് സെറ്റാക്കാനാണ് നമ്മുടെ NKM ബാച്ച് ഉള്ളത്. എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്ത് ഉള്ള കോൺസെപ്റ്റ് എല്ലാം നല്ല അരച്ച് കലക്കി നമ്മൾ കുടിക്കും. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ ബാച്ചിലേക്ക് ഈ നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും കൂട്ടി വരിക. കുറേ പേര് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തത് കണ്ടു, ട്യൂഷനൊക്കെ പോകുന്നത് കൊണ്ടാണ് വരാത്തത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആവുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഓരോ ലൈവിൻ്റെയും നോട്ട്സും PDF ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുമാണ്. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ബേസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് വരിക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.